ഹായ് കൂട്ടുകാരെ, ഒരു കഷ്ണം കപ്പയുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു കഷ്ണം കപ്പ നല്ല കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങാൻ വെക്കണം. കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. തലപ്പാലും എടപ്പാലുമായിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, സവാള ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കപ്പ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടപ്പാൽ ചേർത്ത് കൊടുക്കും. ഉപ്പ് ഒക്കെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. കപ്പ കഷ്ണങ്ങൾ വെന്ത ശേഷം നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് നിർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.